വ്യാപാർ മൊബൈൽ ബില്ലിംഗ് ആപ്പ് ഡെമോ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ താഴെ കാണുന്ന മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് കമ്പനി ക്ലിക്ക് ചെയ്ത് ആഡ് എ ന്യൂ കമ്പനി ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ബിസിനസ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ എൻ്റർ ചെയ്യുക. ഇമെയിൽ ID പിന്നീട് എൻ്റർ ചെയ്യാവുന്നതുമാണ്. താഴെ കാണുന്ന ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിലെ കൺട്രി സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്ത ശേഷം കമ്പനി പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുവാൻ ലെഫ്റ്റ് ടോപ്പിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഡാറ്റ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ലോഗോ, ബിസിനസ് അഡ്രസ്, സിഗ്നേച്ചർ എന്നിവ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ബേസിക് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. 1. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2. പർച്ചേസ് ബിൽ എൻ്റർ ചെയ്യുക അഥവാ സ്റ്റോക്ക് ആഡ് ചെയ്യുക. 3. മൂന്നാമത്തേത് സെയിൽ ബിൽ എൻ്റർ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിലാദ്യം ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസിംഗ് ആഡ് ചെയ്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കായി എൻ്റർ ചെയ്യുക. ശേഷം വരുന്ന സ്റ്റോക്കുകൾ പർച്ചേസ് ബിൽ എൻ്റർ ചെയ്ത് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പുതുതായി തുടങ്ങുന്ന എല്ലാ ഷോപ്പുകൾക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. പർച്ചേസ് ബിൽ എൻ്റർ ചെയ്താണ് സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിനായി മെനു ബാറിൽ നിന്നും ഐറ്റം സെലക്ട് ചെയ്യുക. ശേഷം ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് വിവരങ്ങൾ നൽകാനുള്ള വിൻഡോ തുറന്നു വരുന്നതാണ്. നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് എന്നൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഐറ്റത്തിന്റെ പേര് നൽകുക. ശേഷം ബാർകോഡ് ചേർക്കാം. അസൈൻ ബാർകോഡ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ബാർകോഡ് വരുന്നതാണ്. യൂണിറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പാക്കറ്റ്സ് ആണ് സെലക്ട് ചെയ്തത്. അടുത്തതായി ഐറ്റം കാറ്റഗറി ഉണ്ടാക്കാം. ബിസ്ക്കറ്റ് എന്ന കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ശേഷം ആ കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി ഉണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിലും എത്രത്തോളം വിൽപ്പനയുണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ശേഷം വിൽപ്പന വില, സെയിൽ പ്രൈസ് നൽകുക. അടുത്തതായി വാങ്ങിയ വിലയും പർച്ചേസ് കോസ്റ്റ് നൽകുക. നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ അത് ടൈപ്പ് ചെയ്യുക. ഐറ്റം ലിസ്റ്റ് എടുത്താൽ നമുക്ക് സ്റ്റോക്ക് വിവരങ്ങൾ കാണാവുന്നതാണ്. അടുത്തതായി പർച്ചേസ് ബിൽ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മെനു ക്ലിക്ക് ചെയ്ത് പർച്ചേസിൽ പർച്ചേസ് ബിൽ എസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആഡ് പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ആദ്യം പാർട്ടി നെയിം എൻ്റർ ചെയ്യുക. പാർട്ടി ഡീറ്റെയിൽസ് സേവ് ചെയ്യുവാൻ ആഡ് ന്യൂ പാർട്ടി ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ പാർട്ടി നെയിം, പാർട്ടി ഫോൺ നമ്പർ, ക്രെഡിറ്റ് ബാലൻസ്, അഡ്രസ് എന്നിവ ടൈപ്പ് ചെയ്ത് സേവ് പാർട്ടി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് നെയിം, ക്വാണ്ടിറ്റി, പ്രൈസ് ആവശ്യമെങ്കിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാൻ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പേയ്മെന്റ് എൻ്റർ ചെയ്യുമ്പോൾ മൊത്തം അമൗണ്ട് പേ ചെയ്യുന്നില്ല എങ്കിൽ, എക്സാമ്പിൾ ഇവിടെ ബിൽ അമൗണ്ട് 1880 രൂപ വന്നു. അതിൽ 1000 രൂപയാണ് പേ ചെയ്യുന്നതെങ്കിൽ പേ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് അവിടെ 1000 എന്ന് എൻ്റർ ചെയ്യുക. ശേഷം അവസാനം ബിൽ സേവ് ചെയ്യുക. പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഐറ്റം ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് ഐറ്റം സ്റ്റോക്ക് കാണാവുന്നതാണ്. അടുത്തതായി സെയിൽ ബിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആഡ് ന്യൂ സെയിൽ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ബിൽ എൻ്റർ ചെയ്ത പോലെ തന്നെയാണ് സെയിൽ ബില്ലും എൻ്റർ ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ആദ്യം കസ്റ്റമർ നെയിം എൻ്റർ ചെയ്യുക. കസ്റ്റമേഴ്സിനെ സേവ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ പാർട്ടി ക്ലിക്ക് ചെയ്യുക. കസ്റ്റമർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അടുത്തതായി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാൻ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് നെയിം, സെയിൽ ക്വാണ്ടിറ്റി, സെയിൽ പ്രൈസ് എന്നിവ ടൈപ്പ് ചെയ്യുക. കൂടുതൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാൻ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കസ്റ്റമർ ക്രെഡിറ്റ് ആണെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ ബിൽ അമൗണ്ട് 240 രൂപയാണ് വരുന്നത്. കസ്റ്റമർ 200 രൂപയാണ് പേ ചെയ്യുന്നതെങ്കിൽ റിസീവ്ഡ് കോളത്തിൽ 200 ടൈപ്പ് ചെയ്യുക. ബാലൻസ് അമൗണ്ട് അവൈഡ് നമുക്ക് കാണുവാൻ സാധിക്കും. ശേഷം ബിൽ സേവ് ചെയ്യുക. അടുത്തതായി എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മെനു ക്ലിക്ക് ചെയ്ത് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക. എക്സ്പെൻസ് ആഡ് ചെയ്യുവാൻ ആഡ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുക. വ്യാപാർ ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ V332KV എന്ന കോഡ് ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക.